നമസ്കാരം. പ്രധാന വാർത്തകൾ. മഴ മുന്നറിയിപ്പിൽ മാറ്റം. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്, വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. കോഴിക്കോട് തീപിടുത്തത്തിൽ അന്വേഷണം. കളക്ടറോട് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് തേടി. 2 ദിവസത്തിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. പുതിയ ബസ് സ്റ്റാൻഡിനെ തീയണയ്ക്കാൻ 4-ാം മണിക്കൂറിലും തീവ്രശ്രമം തുടരുകയാണ്. ടെക്സ്റ്റൈൽസ് ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരുന്നത് തടയാനാണ് ശ്രമം. അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർക്ക് കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. JCBയും ക്രെയിനും ഉപയോഗിച്ച് കടകളുടെ ചില്ലുകൾ തകർത്ത് കെട്ടിടത്തിനുള്ളിലേക്ക് വെള്ളമടിക്കുന്നത് തുടരുകയാണ്. തീ പടർന്ന ഉടനെ തന്നെ കെട്ടിടത്തിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചതിനാൽ ആളപായമില്ല. കൂടൽമാണിക്യം ഉത്സവത്തിനിടെ അമ്പാടി മഹാദേവൻ ഇടഞ്ഞോടി. ഇന്ന് ഉച്ചതിരിഞ്ഞാണ് സംഭവം നടന്നത്. ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിപ്പിനായി മാറ്റി നിർത്തിയിരുന്ന അമ്പാടി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഓടിയ ആനയെ പാപ്പാന്മാർ പിന്തുടർന്ന് പിടികൂടി തളച്ചു. ഉത്സവ വിളക്ക് എഴുന്നള്ളിപ്പിനിടെ ഇതേ ആനയും മറ്റൊരു ആനയും കൊമ്പ് കോർത്തിരുന്നു. ആനയെ എഴുന്നള്ളിപ്പിക്കാൻ അനുവദിച്ചത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കടുത്ത അനാസ്ഥയാണെന്ന് ആരോപണമുണ്ട്. സ്ത്രീകളുടെ അശ്ലീല ചിത്രങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ച യുവാവ് പിടിയിൽ. തമിഴ്നാട് തിരുവണ്ണാമലൈ വിളപ്പക്കം പിള്ളേയർ കോവിൽ സ്ട്രീറ്റ് അജിത് കുമാറിനെയാണ് ഹരിപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടികളുടെ ചിത്രം മോർഫ് ചെയ്ത് അശ്ലീലമാക്കി മാറ്റി ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം എന്നിവയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇവരുടെ രീതി. വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയാണ് ഇവർ ഇത് ചെയ്തിരുന്നത്. ഹരിപ്പാട് സ്വദേശികളായ 8ഓളം പെൺകുട്ടികളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണത്തിൽ 2ാം പ്രതി കോട്ടയം സ്വദേശിയായ അരുണിനെ ഏപ്രിൽ 25-ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അജിത് കുമാറിനെ പിടികൂടിയത്. വേടന്റെ സംഗീത പരിപാടിക്കിടെ ലാത്തി ചാർജ്. ലാത്തി വീശിയത് തിരക്ക് അനിയന്ത്രിതമായതോടെ തിക്കിലും തിരക്കിലും പെട്ട 15 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ സംസ്ഥാന സംഗമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സംഗീത പരിപാടി. പാലക്കാട് കോട്ടമൈതാനത്തായിരുന്നു വേദി. വൻ തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് വേദിയിലേക്കുള്ള പ്രവേശനം വൈകിട്ട് 6 മണിയോടെ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. പിന്നാലെയാണ് വലിയ തോതിൽ തിക്കും തിരക്കും ഉണ്ടായത്. 3ാം വട്ടമാണ് വേടൻ പാലക്കാട്ടേക്ക് എത്തുന്നത്. അതിനാൽ 3ാം വരവ് 3.0 എന്ന പേരിലായിരുന്നു സംഗീത പരിപാടി. സൗജന്യമായിട്ടായിരുന്നു പ്രവേശനം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കിളിമാനൂരിന്റെ പരിപാടിയും റദ്ദാക്കിയിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തിയാണ് പരിപാടി റദ്ദ് ചെയ്തത്.